ഹലോ ഗൈസ്, ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ മടിയന്മാർക്ക് പറ്റിയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. കാരണം ഈ ഒരു റൈസ് ഉണ്ടാക്കി പിന്നെ കറികൾക്ക് വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റൈസ് മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ തന്നെ പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു സവാള ഒന്ന് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. കളറൊന്നും മാറണ്ട. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക, 2 പച്ചമുളക്, ഒരു തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ നിറയെ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കാം, ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് ജീരകശാല റൈസാണ്. അത് 1 മണിക്കൂർ കുതിർത്തി നല്ല പോലെ വെള്ളമൊക്കെ വാല വെച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് റൈസിലോട്ട് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുക്കറിൽ ഒഴിച്ച് അത് ഇതേപോലെ ഒന്ന് നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഒരു വിസിൽ അത്ര മാത്രം മതി. കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മല്ലിയിലയും കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് അലങ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലിനൊരു കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.